പിറ്റേന്ന് സ്റ്റീവിന്റെ സഹായത്തോടെ ജെറിയും മാർജും ചേർന്ന് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ആരൊക്കെ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അവർക്കെല്ലാം ലോട്ടറിയുടെ ലാഭത്തുകയിൽ നിന്ന് ഒരു നിശ്ചിത വീതം ലഭിക്കുമെന്ന് ജെറി നാട്ടുകാരോട് പറയുന്നു. സത്യസന്ധനായ ജെറിയെ നാട്ടുകാരെല്ലാവരും വിശ്വസിക്കുന്നു. തന്റെ മകളുടെ കയ്യിൽ നിന്നും ജെറി ലോട്ടറിക്കായി പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത റോൾ ഡൗൺ കാലം എത്തുന്നു. ജെറിയും മാർജും വീണ്ടും 10 മണിക്കൂർ യാത്ര ചെയ്ത് ലോട്ടറി എടുക്കാനായി പോകുന്നു. ഇത്തവണ തങ്ങൾ $40,000 ലോട്ടറി വാങ്ങുന്നതെന്ന് ജെറി കടയുടമയോട് പറയുന്നു. എന്നാൽ ഇത്രയും ലോട്ടറി പ്രിന്റ് ചെയ്യണമെങ്കിൽ രാവിലെയും രാത്രിയും നിന്ന് പ്രിന്റ് ചെയ്യണമെന്ന് കടയുടമ പറയുന്നു. തനിക്കതിന് സാധിക്കില്ല എന്നും കടയുടമ കൂട്ടിച്ചേർത്തു. ജെറി ഉടൻ തന്നെ തങ്ങളുടെ കമ്പനിയെപ്പറ്റി കടക്കാരന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടതും അയാളും ജെറിയുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അന്ന് മുഴുവൻ ജെറിയും മാർജും ചേർന്ന് ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്നു. പിറ്റേന്ന് കടക്കാരൻ ജെറിയുടെ റൂമിലേക്ക് വന്ന് നമ്മളെടുത്ത ലോട്ടറിക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇത്തവണ അവരെടുത്ത ലോട്ടറിയുടെ ഇരട്ടി തുക അവർക്ക് ലഭിച്ചിരുന്നു. ഈ രീതിയിൽ ജെറിയും മാർജും കുറച്ചു മാസം പണമുണ്ടാക്കുന്നു. ഇരുവരും പണമുണ്ടാക്കുന്നത് കൃത്യമായി നാട്ടുകാരെ അറിയിക്കുന്നുമുണ്ടായിരുന്നു. ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അവർ എടുക്കുന്ന ലോട്ടറി മുഴുവൻ ഒരു സ്റ്റോർ റൂമിൽ അവർ സൂക്ഷിച്ചു വെക്കുന്നുമുണ്ട്. ഒരു ദിവസം പതിവില്ലാതെ ജെറിയുടെ മകൻ വീട്ടിലേക്ക് എത്തുന്നു. ബിസിനസിനെ പറ്റിയെല്ലാം നാട്ടുകാരുടെ അടുത്ത് നിന്നും അറിഞ്ഞിട്ടുള്ള വരവായിരുന്നു അത്. നാട്ടുകാർക്ക് അവർ നിക്ഷേപിച്ച പണമെല്ലാം തിരികെ ലഭിച്ചെന്നും അയാൾ അറിഞ്ഞിരുന്നു. ബിസിനസ് തുടങ്ങിയ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ജെറിയുടെ മകന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അച്ഛനോട് തനിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് എങ്ങനെ പറയുമെന്ന് അയാൾ ചിന്തിക്കുന്നു. എന്നാൽ മകനെ കണ്ടതും വിജയിക്കുന്ന ലോട്ടറിയിൽ നിനക്കും പങ്കുണ്ടെന്നും നിന്റെ പേരിൽ ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ജെറി പറയുന്നു. ഇത് കേട്ടതും അയാൾക്ക് വളരെയധികം സന്തോഷമാകുന്നു. പിറ്റേന്ന് വൈകുന്നേരം ഷെയർ ഹോൾഡർ മീറ്റിംഗിൽ നമ്മൾ ഇത്തവണ 3 ലക്ഷം ടിക്കറ്റ് എടുക്കാൻ പോകുന്നുവെന്ന് ജെറി പറയുന്നുണ്ട്. എന്തിനാണ് ഇത്രയും ഇരട്ടി തുകയിൽ ടിക്കറ്റ്സ് എടുക്കുന്നതെന്ന് സ്റ്റീവ് ജെറിയോട് ചോദിക്കുന്നു. കയ്യിലുള്ള പണം കുറച്ചായി ഉപയോഗിച്ച് കുറച്ചു മാത്രം ടിക്കറ്റുകൾ എടുത്താൽ പോരെ എന്നും സ്റ്റീവ് കൂട്ടിച്ചേർത്തു. ഉറപ്പായും ഒരിക്കൽ ഇങ്ങനെ ഒരു പഴുതുണ്ടെന്ന് ലോട്ടറി കമ്പനി കണ്ടെത്തുമെന്ന് മാർജ് പറയുന്നു. അങ്ങനെയുണ്ടായാൽ അവർ ഈ പഴുതു മാറ്റി പുതിയ നിയമം കൊണ്ടുവരുമെന്നും മാർജ് കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പണമുള്ള സമയത്ത് മാക്സിമം പണം ഈ പഴുതുപയോഗിച്ചുണ്ടാക്കണമെന്നും മാർജ് പറയുന്നുണ്ട്. കൂടുതൽ പണം ഉണ്ടാക്കാനായി അവർ പ്രിന്റ് ചെയ്യുന്ന കടയിൽ ഒരു മെഷീനും കൂടെ സ്ഥാപിക്കാൻ കടയുടമയായ ബില്ലിയും ജെറിയും തീരുമാനിക്കുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് തന്നെ 2 മെഷീൻ സ്ഥാപിക്കാൻ കമ്പനി അധികൃതർ സമ്മതിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ബില്ല് തന്റെ സുഹൃത്തിനെയും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് അയാളുടെ കടയിലും മെഷീൻ വെക്കുന്നു. ഇതുകൊണ്ട് തന്നെ ജെറിക്കും മാർജിനും ഒരുമിച്ച് ഒരേ സമയം 2 മെഷീനുകൾ കൊണ്ട് ടിക്കറ്റ്സ് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഇതേ സമയം മറ്റൊരിടത്ത് ഒരു ന്യൂസ് എഡിറ്റർ തന്റെ റിപ്പോർട്ടറിനോട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനായി ആവശ്യപ്പെടുന്നു. ഈ ദൗത്യം ഏറ്റെടുത്ത റിപ്പോർട്ടർ ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് വിവരം ശേഖരിച്ച് എഡിറ്റർക്ക് കൈമാറുന്നു. അതായത് മിഷിഗൻ എന്ന സ്ഥലത്ത് ഫാക്ടറി ജോലിക്കാരനായിരുന്ന ജെറി എന്നൊരാളുണ്ടെന്നും അയാൾ മിഷിഗനിൽ നിന്ന് എല്ലാ മാസവും 10 മണിക്കൂർ സഞ്ചരിച്ച് മറ്റൊരു സ്ഥലത്തെത്തി ലോട്ടറി എടുക്കാറുണ്ടെന്നും തുടർച്ചയായി അയാൾക്ക് തന്നെ കുറേയധികം സമ്മാനം അടിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടർ എഡിറ്ററിനോട് പറയുന്നു. ഇത് കേട്ടതും ഇതിനെപ്പറ്റി നന്നായി അന്വേഷിക്കാൻ എഡിറ്റർ റിപ്പോർട്ടറിനോട് പറയുന്നു. ഇതേ സമയം ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ ടൈലറും കൂട്ടുകാരും ചേർന്ന് $50,000 ലോട്ടറി പ്രൈസ് ആദ്യത്തെ ശ്രമത്തിൽ തന്നെ വിജയിക്കുന്നു. ഇനിയും പണം ഉണ്ടാക്കണമെങ്കിൽ ധാരാളം പണം ഉപയോഗിച്ച് ലോട്ടറി വാങ്ങണമെന്ന് ടൈലർ എല്ലാവരോടും പറയുന്നു.